പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഹെൽത്ത് എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ ലളിതമാണെന്ന് തോന്നുന്നുവെങ്കിലും നമ്മുടെ ആരോഗ്യത്തെയും ജീവിതശൈലിയെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. സുഖം തേടുന്നത് തെറ്റാണോ? ഉത്തരം അല്ല. സുഖം തേടുക എന്നത് മനുഷ്യൻ്റെ ഒരു ദൗർബല്യമോ ധാർമ്മിക വീഴ്ചയോ അല്ല. അത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. ജീവശാസ്ത്രം, മനഃശാസ്ത്രം, ന്യൂറോ സയൻസ്, പരിണാമശാസ്ത്രം എന്നിവയെല്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. മനുഷ്യൻ സ്വാഭാവികമായി സുഖകരമായ അനുഭവങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും വേദനാജനകമായ അനുഭവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പരിണാമശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു. വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ സുഖം അനുഭവപ്പെടുന്നത് ഭക്ഷണം തേടാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. ദാഹം മാറുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം വെള്ളം അന്വേഷിക്കാൻ സഹായിച്ചു. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും അനുഭവപ്പെടുന്ന സന്തോഷം മനുഷ്യ സമൂഹത്തെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് സുഖം വെറും വികാരമല്ല, ജീവൻ സംരക്ഷിക്കാൻ പ്രകൃതി മനുഷ്യനിൽ രൂപപ്പെടുത്തിയ ജൈവ പ്രേരണയുടെ ഭാഗമാണ്. മനഃശാസ്ത്രവും ഇതേ സത്യം മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും സന്തോഷവും സമാധാനവും സംതൃപ്തിയും തേടിയാണ് ജീവിക്കുന്നത്. ഒരു കുട്ടി കളിയിൽ സന്തോഷം കണ്ടെത്തുന്നു, വിദ്യാർത്ഥി പഠന വിജയത്തിൽ, കലാകാരൻ തൻ്റെ സൃഷ്ടിയിൽ, ഗവേഷകൻ പുതിയ അറിവിൽ, മാതാപിതാക്കന്മാർ മക്കളുടെ വളർച്ചയിൽ, ചിലർ പ്രകൃതിയിൽ നടക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. ചിലർ സംഗീതത്തിൽ, ചിലർ വായനയിൽ, ചിലർ സേവനത്തിൽ, ചിലർ നിശബ്ദതയിൽ, മറ്റു ചിലർ സാഹസികതയിലും മത്സരത്തിലും. അതിനാൽ സുഖം തേടുന്നത് മനുഷ്യന്റെ സ്വാഭാവിക പ്രവണതയാണ്. എന്നാൽ ഇവിടെ ഒരു നിർണായകമായ ചോദ്യം ഉയരുന്നു. സുഖം ഇത്ര സ്വാഭാവികമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങളും വിവിധ തരത്തിലുള്ള അടിമത്തങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം സുഖത്തിലല്ല. സുഖത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം നൽകുന്ന സ്ഥാനത്തിലാണ്. ഓരോ മനുഷ്യനും അറിയാതെയെങ്കിലും ഒരു മൂല്യക്രമം, ഹൈറാർക്കി ഓഫ് വാല്യൂസ് പിന്തുടരുന്നുണ്ട്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്താണ് അതിനുശേഷം വരേണ്ടത് എന്ന ക്രമം. സുഖവും ഒരു മൂല്യമാണ്, ആരോഗ്യവും ഒരു മൂല്യമാണ്. പ്രശ്നം ഇവ രണ്ടും ഉള്ളതിലല്ല, അവയുടെ ക്രമത്തിലാണ്. ആരോഗ്യം ഉയർന്ന സ്ഥാനത്തായിരിക്കുമ്പോൾ സുഖവും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പരിധിക്കുള്ളിലാണ്. എന്നാൽ സുഖം ആരോഗ്യത്തെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയരുമ്പോൾ നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും മാനദണ്ഡം പതിയെ മാറുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഇത് ശരീരത്തിന് നല്ലതാണോ? ഇത് മനസ്സിന് ഗുണകരമാണോ? ഇത് ദീർഘകാലത്തിൽ എന്നെ വളർത്തുമോ എന്നല്ല, മറിച്ച് ഇത് ഇപ്പോൾ എനിക്ക് സുഖം തരുന്നുണ്ടോ എന്ന ചോദ്യമാണ് തീരുമാനങ്ങൾ നയിക്കാൻ തുടങ്ങുന്നത്. ഇവിടെയാണ് ന്യൂറോ സയൻസ് ഒരു പ്രധാന കാര്യം വിശദീകരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം സുഖം നൽകുക മാത്രമല്ല, ജീവന് പ്രയോജനകരമെന്ന് മസ്തിഷ്കം കരുതുന്ന പ്രവർത്തനങ്ങളെ വീണ്ടും ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഈ പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഡോപ്പമിൻ എന്ന നാഡീ സന്ദേശവാഹകമാണ്. ഡോപ്പമിൻ സന്തോഷത്തിന്റെ രാസവസ്തു എന്നതിലുപരി ഇത് വീണ്ടും ചെയ്യൂ എന്ന പ്രേരണയുടെ സന്ദേശമാണ്. അതുകൊണ്ട് ഒരു പ്രവൃത്തി സുഖം നൽകുമ്പോൾ മസ്തിഷ്കം അത് വീണ്ടും ആവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. പക്ഷേ മസ്തിഷ്കത്തിന്റെ ഈ സംവിധാനം ഒരു കാര്യം തീരുമാനിക്കുന്നില്ല.
ആ അനുഭവം ദീർഘകാലത്തിൽ ആരോഗ്യത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന്. ആ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ വിവേകവും മൂല്യക്രമവുമാണ്. അതിനാൽ പ്രശ്നം മസ്തിഷ്കത്തിലല്ല, പ്രശ്നം സുഖത്തിലുമല്ല. പ്രശ്നം സുഖം നമ്മുടെ മൂല്യക്രമത്തിൽ ആരോഗ്യത്തെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് കയറുമ്പോഴാണ്. അപ്പോൾ വിശപ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കും. ഉറക്കം വരുമ്പോഴും സ്ക്രീൻ ഓഫ് ചെയ്യില്ല. ക്ഷീണമുണ്ടെങ്കിലും വിശ്രമിക്കില്ല. മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന ബന്ധങ്ങളിലും ശീലങ്ങളിലും തുടരും. കാരണം ഓരോ തീരുമാനത്തിൻ്റെയും പിന്നിൽ ഒരേയൊരു ചോദ്യം മാത്രമായിരിക്കും: ഇത് ഇപ്പോൾ എനിക്ക് സുഖം തരുന്നുണ്ടോ? ഇതാണ് ജീവിതശൈലി രോഗങ്ങളുടെയും പല അടിമത്തങ്ങളുടെയും ആരംഭം. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം സുഖമല്ല, സുഖത്തിന് നാം നൽകുന്ന സ്ഥാനമാണ്. ആരോഗ്യം ജീവിതത്തെ നയിക്കുകയും സുഖം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ജീവിതം സന്തുലിതമാകും. എന്നാൽ സുഖം ജീവിതത്തെ നയിക്കുകയും ആരോഗ്യം പിന്നിലേക്ക് പോകുകയും ചെയ്താൽ താൽക്കാലിക ആനന്ദം ദീർഘകാല സുഖത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം ആരോഗ്യമോ സുഖമോ എന്നതല്ല, ആരോഗ്യം നയിക്കുന്ന സുഖമാണോ, സുഖം നയിക്കുന്ന ജീവിതമാണോ എന്നതാണ്. സ്നേഹമുള്ളവരെ, STR മെഡിറ്റേഷന്റെ പ്രസക്തി പ്രശ്നം സുഖത്തിലല്ല, സുഖത്തിന് നാം നൽകുന്ന സ്ഥാനത്തിലാണ്. ഇവിടെയാണ് STR മെഡിറ്റേഷൻ പ്രസക്തമാകുന്നത്. STR മെഡിറ്റേഷൻ സുഖത്തെ നിഷേധിക്കാനോ ആഗ്രഹങ്ങൾ അടിച്ചമർത്താനോ പഠിപ്പിക്കുന്നില്ല. മറിച്ച് താൽക്കാലിക സുഖത്തേക്കാൾ ഉയർന്ന മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. ധ്യാനത്തിലൂടെ ഓരോ പ്രേരണയെയും ഉടൻ പിന്തുടരാതെ അത് ബോധപൂർവം നിരീക്ഷിക്കാനും വിവേകത്തോടെ തിരഞ്ഞെടുക്കാനും നാം പഠിക്കുന്നു. അങ്ങനെ സുഖം നമ്മുടെ യജമാനനല്ല, നമ്മുടെ മൂല്യങ്ങളുടെ സേവകനാകുന്നു. അതിനാൽ STR മെഡിറ്റേഷൻ ഒരു വിശ്രമ രീതിയല്ല. മൂല്യക്രമത്തെ, ഹൈറാർക്കി ഓഫ് വാല്യൂസ് പുനർക്രമീകരിച്ച് ആരോഗ്യം, സമാധാനം, സന്തുലിത ജീവിതം എന്നിവയിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മപരിവർത്തന പരിശീലനമാണ്. നന്ദി.